നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരിക്കൽ CPM പാർട്ടിയും അവരുടെ വിദ്യാർത്ഥി സംഘടനയായ SFIയും ഉള്ളംകൈയിൽ വെച്ച് ആസ്വദിച്ചിരുന്ന സർവകലാശാലകൾ ഇന്നിതാ സർവകലാശാലകളെയൊക്കെ ഗവർണറുടെ നേതൃത്വത്തിൽ CPMന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്ന കാഴ്ച. സർവകലാശാലകളിലെ ബന്ധു നിയമനവും സ്വജന പക്ഷപാതവുമൊക്കെ ഒരിക്കൽ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അന്ന് കേരളത്തിൻ്റെ ആകെ പ്രതീക്ഷ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ തന്നെ. അന്ന് കേരളത്തിൻ്റെ ആകെ പ്രതീക്ഷ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിലേക്ക് തിരിഞ്ഞ കാഴ്ച. ഏറ്റവും ഒടുവിലിത 7 സർവകലാശാലകളിൽ ഗവർണർ പൂർണ്ണമായി പിടിമുറുക്കി. വൈസ് ചാൻസലർ നിയമനങ്ങളിൽ സർക്കാരിനെയും പിണറായി വിജയനെയും ഒക്കെ ഗവർണർ പൂർണ്ണമായി തഴഞ്ഞു. സംസ്ഥാനത്തെ 7 പ്രധാന സർവകലാശാലകളിൽ സർക്കാരിനും CPMനും ഇപ്പോൾ നിയന്ത്രണം നഷ്ടമായിരിക്കുന്നു. സംഘപരിവാർ അനുകൂല സംഘടനയായ ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘം പ്രസിഡന്റായിരുന്ന ഡോക്ടർ ശിവപ്രസാദിനെ ഗവർണർ സാങ്കേതിക സർവകലാശാല VC നിയമിച്ചത് സർക്കാരിനേറ്റ ഏറ്റവും വലിയ പ്രഹരം. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി സർക്കാർ ശത്രുപക്ഷത്ത് നിർത്തിയ സാക്ഷാൽ ഡോക്ടർ സിസ തോമസിനെയും ഗവർണർ നിയോഗിച്ചു. സാങ്കേതിക സർവകലാശാലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രോ ചാൻസലർ. മുഖ്യമന്ത്രി സമർപ്പിച്ച പാനൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഗവർണർ ശിവപ്രസാദിനെ നിയോഗിച്ചത്. സർക്കാരുമായി നേർക്കുനേർ വെല്ലുവിളി. നേരത്തെ കേരള കാലിക്കറ്റ് സർവകലാശാലകളിലെ സിൻഡിക്കേറ്റിൽ 2 BJP അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇത് CPMനേറ്റ ഏറ്റവും കനത്ത പ്രഹരമായി. വലിയ രാഷ്ട്രീയ യുദ്ധമാണ് ഇപ്പോൾ സർവകലാശാലകളിൽ അരങ്ങേറുന്നത്. ഈ രാഷ്ട്രീയ യുദ്ധം സർവകലാശാലകൾ ഭരിക്കുന്ന സിൻഡിക്കേറ്റിലും പ്രകടമാണ്. സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ ഗവർണറാണ് ചാൻസലർ. ഇതിൽ MG മലയാളം കാർഷിക സർവകലാശാലകളുടെ VC നിയമനം ഗവർണർ നടത്തിയത് സർക്കാർ പാനലിൽ നിന്നു തന്നെ. എന്നാൽ പിന്നീട് ഒരു നിയമനത്തിലും സർക്കാരിൻ്റെ അഭിപ്രായം മാനിക്കാൻ ഗവർണർ തയ്യാറായില്ല. കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിൽ UDF അനുകൂലികളെ വൈസ് ചാൻസലറുടെ കസേരയിലിരുത്തി. ആരോഗ്യ സർവകലാശാലയിൽ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് വൈസ് ചാൻസലറായി പുനർനിയമനവും നൽകി. കോഴിക്കോട് സർവകലാശാലയിൽ വൈസ് ചാൻസലറും CPM ആധിപത്യമുള്ള സിൻഡിക്കേറ്റും തമ്മിലാണ് ഇപ്പോൾ വലിയ ഏറ്റുമുട്ടൽ. സനാതനധർമ്മ ചെയർ ഊർജിതമാക്കിയതും വിജിലൻസ് കേസിന്റെ പേരിൽ സിൻഡിക്കേറ്റ് പുറത്താക്കിയ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തതും വിവിധ സമിതികളിൽ ഇടപെട്ടതുമൊക്കെ നിരന്തരം CPMുമായി VC കൊമ്പുകോർക്കുന്ന അവസ്ഥയിൽ. സർവകലാശാല ഭരണസമിതിയായ സിൻഡിക്കേറ്റിനെ ഒരു തരത്തിലും മാനിക്കാതെ ചാൻസലറുടെ നേരിട്ടുള്ള നിർദ്ദേശമനുസരിച്ചാണ് വൈസ് ചാൻസലർ പ്രവർത്തിക്കുന്നത് എന്ന് CPM ആരോപണമുന്നയിക്കുന്നു. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. ഡോക്ടർ സിസ തോമസിന്റെ നിയമനത്തിന് ഹൈക്കോടതി സ്റ്റേ നൽകിയില്ല. സർക്കാരിൻ്റെ ഹർജിയിൽ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സിസ തോമസിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഡിജിറ്റൽ സർവകലാശാല കൂടാതെ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചിരുന്നില്ല. സാങ്കേതിക സർവകലാശാലയുടെ മുൻ VCയും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമാണ് ഡോക്ടർ സിസ തോമസ്. സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഗവർണർ ചട്ടം ലംഘിച്ചാണ് വൈസ് ചാൻസലർമാരെ നിയമിച്ചത് എന്ന് സർക്കാർ പറയുന്നു. കോടതി വിധി ലംഘിച്ചാണ് ഗവർണറുടെ നിയമനം. അത് ധിക്കാരപൂർവമാണ്. സർക്കാർ കൊടുത്ത പട്ടിക ഗവർണർ അംഗീകരിച്ചില്ല എന്നതാണ് സർക്കാരിൻ്റെ കനത്ത വിമർശനം. ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് ഗവർണർ നടത്തിയത് എന്ന് സർക്കാർ ആരോപിക്കുമ്പോൾ മറുവശത്ത് ഹൈക്കോടതി ഒരു സ്റ്റേ പോലും നൽകിയില്ല ഈ നിയമനങ്ങൾക്ക്. VC നിയമനത്തിനുള്ള സർക്കാർ പാനൽ വെട്ടിയ ഗവർണറുടെ നടപടി ഹൈക്കോടതി വിധിക്കും സർവകലാശാല ആക്ടിനുമെതിരെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പ്രതികരിച്ചത്. സർക്കാരുമായി ഒരു വിധത്തിലും ചർച്ച നടത്തുന്നില്ല ഗവർണർ. ഏകപക്ഷീയമായി വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയും RSSൻ്റെയും ഒക്കെ അജണ്ട നടപ്പാക്കുകയാണ് കേരളത്തിൻ്റെ ഗവർണർ എന്ന ആരോപണമാണ് സർക്കാർ ഉയർത്തുന്നത്. ഗവർണറെ നേർക്കുനേർ വെല്ലുവിളിച്ച എത്രയെത്ര സംഭവങ്ങൾ. ഗവർണറുടെ തറവേല കേരളത്തിൽ നടക്കില്ല എന്നു പറഞ്ഞ MV ജയരാജൻ ഇന്നെവിടെ? കേരളത്തിലെ ഗവർണറുമായുള്ള സർക്കാരിൻ്റെ പോര് അതിരുവിട്ട ഘട്ടത്തിലേക്ക് എത്തിച്ചത് പിണറായി വിജയൻ്റെ ധിക്കാരപൂർവമായ നടപടികൾ തന്നെയായിരുന്നു. കേന്ദ്ര സർക്കാർ നിയമിച്ച ഭരണഘടനാ പ്രതിനിധിയെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പലപ്പോഴും വെല്ലുവിളിച്ചു.
ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ തന്റെ പോരാട്ടം സംഘവിരുദ്ധ പോരാട്ടമായി കേരളം കാണുമെന്നായിരുന്നു പൊതുവെ പിണറായി കണക്കുകൂട്ടിയത്. തുടക്കം മുതൽ ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന ചോദ്യം സാധാരണക്കാരുടെ ഉള്ളിൽ നിറഞ്ഞു. ഗവർണർ സർക്കാർ പോരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ കേസ് നടത്താനായി ചെലവഴിച്ചത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ എത്രയെത്ര തിരിച്ചടികൾ. ഓരോ തിരിച്ചടികൾ പിന്നിടുമ്പോഴും വീണ്ടും വീണ്ടും തിരിച്ചടികൾ നേരിടുമ്പോഴും മറുവശത്ത് ഗവർണർ സർക്കാർ പോരിൽ സർക്കാർ നിലപ്പൊത്തുന്ന കാഴ്ചയായിരുന്നു നമ്മൾ മറുവശത്ത് കണ്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന പ്രതിനിധിയോട് നേരിട്ടേറ്റുമുട്ടാൻ തനിക്ക് ശക്തിയുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു പിണറായിയുടെ ലക്ഷ്യം. പിണറായി വിജയനുമായുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പോര് തുടങ്ങുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൽ സർക്കാർ കൊണ്ടുവന്ന ആ പ്രമേയത്തെ ചൊല്ലിയാണ്. പിന്നീട് ലോകായുക്ത സർവകലാശാല ഭേദഗതി ബില്ലുകളിൽ താൻ ഒപ്പുവെക്കില്ല എന്ന് ഗവർണർ തീർത്തു പറഞ്ഞു. 2019 സെപ്റ്റംബർ 6-നാണ് സംസ്ഥാനത്തെ 22ാമത് ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ചാർജ് എടുക്കുന്നത്. ദിവസങ്ങൾക്കകം സർക്കാരുമായുള്ള തുറന്ന പോര്. നീണ്ട 5 വർഷത്തോളം കേരളത്തിൻ്റെ ഗവർണറായി തുടരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വെല്ലുവിളികളുടെ വലിയ കാലഘട്ടത്തിലൂടെയാണ് കേരളത്തിൽ കടന്നുപോയത്. എന്നാൽ വിജയം തനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് അദ്ദേഹം കേരളത്തെ ബോധ്യപ്പെടുത്തി കാണിക്കുന്നു. 2019 ഡിസംബർ 4-ന് ലോക്സഭയും ഡിസംബർ 11-ന് രാജ്യസഭയും പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതി ബിൽ, പാർലമെന്റ് പാസാക്കിയ ഈ നിയമത്തിനെതിരെ കേരള നിയമസഭ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസാക്കുന്നു. ഈ പ്രമേയത്തിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നു. ദേശീയ മാധ്യമങ്ങളിലടക്കം സംസ്ഥാന സർക്കാർ CAA വിരുദ്ധ പരസ്യങ്ങൾ നൽകിയതിനെ പരസ്യമായി വിമർശിച്ചു കേരളത്തിൻ്റെ ഗവർണർ. ഇതൊന്നും ഇന്ത്യയിൽ സ്വാഗതാർഹമായ നടപടികളല്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തീർത്തു പറഞ്ഞതോടെ പിണറായി വിജയൻ നെറ്റിച്ചുളിച്ചു. പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെ സുപ്രീം കോടതിയിൽ കേരള സംസ്ഥാനം ചോദ്യം ചെയ്തത് ഗവർണർ തള്ളിപ്പറഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായിരുന്നു കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ ഗവർണർക്ക് നേരിടേണ്ടി വന്ന പൗരത്വ വിരുദ്ധ പ്രക്ഷോഭകരുടെ ആക്രമണം. അന്ന് കോഴിക്കോട് നടന്ന ചരിത്ര കോൺഗ്രസ് വേദിയിൽ ഗവർണറെ കാത്തിരുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ചരിത്രകാരന്മാർ. പക്ഷേ അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പേറുന്നവർ തന്നെ. വേദിയിൽ വെച്ച് ഗവർണറെ ഇർഫാൻ ഹബീബ് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഗവർണർ ആരോപണമുയർത്തിയത്. നിരവധി പ്രക്ഷോഭകർ അന്ന് ഗവർണർക്കെതിരെ മുദ്രാവാക്യം മുഴക്കി. എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗം അദ്ദേഹം വായിക്കാതെ ആരോപണങ്ങൾക്കും ഈ പ്രതിഷേധങ്ങൾക്കുമൊക്കെ കൃത്യമായ മറുപടി നൽകി. പിന്നീട് അസാധാരണമായ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി KK രാഗേഷ് അടക്കമുള്ളവർക്കെതിരെ കൃത്യമായ ആരോപണം തൊടുത്തു ഗവർണർ. ഇതിൻ്റെ തുടർച്ചയായിരുന്നു 2020 ജനുവരി 29-ന് നിയമസഭയിൽ നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ CAA വിരുദ്ധ പരാമർശം ഗവർണറുടെ അതൃപ്തിക്കിടയാക്കിയത്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രമേയം പാസാക്കാനുള്ള സർക്കാർ തീരുമാനം ഗവർണർ അംഗീകരിച്ചില്ല. ഇതിൻ്റെ തുടർച്ചയായിരുന്നു കണ്ണൂർ വൈസ് ചാൻസലറുടെ പുനർനിയമനം. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. ഗോപിനാഥ് രവീന്ദ്രന്റെ കാലാവധി പൂർത്തിയായപ്പോൾ പുതിയ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി നിയോഗിച്ചിരുന്നു. ഇത് പിരിച്ചുവിട്ട് സർക്കാർ ശുപാർശ മാനിച്ച് ഗവർണർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകി. എന്നാൽ പിണറായി വിജയന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരമൊരു നീക്കത്തിന് താൻ വിധേയനായത് എന്ന് ഗവർണർ പിന്നീട് വെളിപ്പെടുത്തി. നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നും ചട്ടങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവെന്നും ചാൻസലർ സ്ഥാനത്ത് തുടരാൻ താൽപ്പര്യമില്ല എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. തുടർന്ന് പിണറായി വിജയനും ഗവർണറും തമ്മിൽ അതൃപ്തി പ്രകടമാക്കിയ കത്തുകൾ, പോർവിളികൾ. കണ്ണൂർ VC-ആയി ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും നിയമിച്ചതിനെതിരായ നിയമ നടപടികൾക്ക് ശക്തി പകരുന്നതായിരുന്നു സർക്കാരിനെതിരായ ഗവർണറുടെ വെളിപ്പെടുത്തൽ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു നടത്തിയ വഴിവിട്ട ഇടപെടലുകളെക്കുറിച്ച് ഗവർണർ തുറന്നടിച്ചു. തുടർന്ന് കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിലും ഗവർണർ സർക്കാർ നിലപാടിനെതിരെ രംഗത്ത് വന്നു. VC നിയമനത്തിനായി നിയോഗിച്ച സെർച്ച് കമ്മിറ്റി ഒറ്റപ്പേര് മാത്രമാണ് ഗവർണർക്ക് നൽകിയത് എന്ന് ഗവർണർ ആരോപണമുന്നയിച്ചു. എന്നാൽ നിയമനത്തിൽ പിന്നീട് സർക്കാരിന് വഴങ്ങുന്ന ഗവർണറെയാണ് കേരളം കണ്ടത്. തുടർന്നാണ് കലാമണ്ഡലം സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം. ഗവർണർക്കെതിരെ വൈസ് ചാൻസലർ കേസ് നൽകിയ അപൂർവ കാഴ്ച.
PRO നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കങ്ങളുടെ തുടക്കം. PRO പോസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗോപികൃഷ്ണൻ തന്നെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി നൽകുന്നു. കൽപ്പിത സർവകലാശാലയായ കലാമണ്ഡലത്തിൽ ഗവർണർക്ക് ഇടപെടാൻ അധികാരമില്ല എന്ന് VC നിലപാടെടുത്തു. PROയെ തിരിച്ചെടുക്കാതിരുന്ന VC ഗവർണർക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. തുടർന്ന് VCയെ ഗവർണർ നേരിട്ട് വിളിച്ചു വരുത്തുന്ന കാഴ്ച നമുക്ക് മുന്നിൽ. രാംനാഥ് കോവിന്ദിന് ഡീലിറ്റ് നൽകാത്തതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് അകന്നു. ഡീലിറ്റ് നൽകാനുള്ള ഗവർണറുടെ ശുപാർശ സർവകലാശാല തള്ളിക്കളയുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച ഗവർണറുടെ നടപടികൾ. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും നേർക്കുനേർ പോർ വിളിക്കുന്നു. സർവകലാശാലകൾ താൻ ശരിയാക്കുമെന്നും ഒരു കാരണവശാലും ബന്ധു നിയമനങ്ങളും സ്വജനപക്ഷപാതവും അനുവദിക്കില്ല എന്നും ഗവർണർ നിലപാടെടുത്തു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് കണ്ണൂർ സർവകലാശാല പഠന വകുപ്പിൽ നിയമനം നൽകാൻ അനധികൃത ഇടപെടൽ നടത്തി എന്ന പരാതി ഉയർന്നു വരുന്നു. ഈ വിഷയത്തിൽ ഗവർണർ കൂടി ഇടപെട്ടു. തുടർന്ന് നിയമ നടപടികളിലേക്ക് കടന്നു. സർക്കാരിന്റെ സമ്പൂർണ്ണ പതനത്തിലാണ് ഈ ബന്ധു നിയമനം ചെന്നവസാനിച്ചത്. കേരള സർവകലാശാലയുടെ പുതിയ VCയെ നിയമിക്കുന്നതിനായി ഗവർണർ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഇത് സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ ഏറ്റവും ശക്തമായ തലത്തിലെത്തിച്ചു. തുടർന്നാണ് ഗവർണറുടെ അധികാരപരിധി കുറയ്ക്കുന്ന ബിൽ കേരള നിയമസഭ പാസാക്കുന്നതും അനുമതിക്കായി രാജ്ഭവനിൽ സമർപ്പിക്കുന്നതും. ഈ ബില്ലടക്കം 11 ബില്ലുകളിൽ ഒപ്പിടാൻ ഗവർണർ വിസമ്മതിക്കുന്നു. VC നിയമനത്തിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ഭേദഗതി സർവകലാശാല നിയമത്തിൽ വരുത്താൻ സർക്കാർ തീരുമാനിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഒന്ന് ഒതുക്കി കൊട്ടയിലാക്കാനായിരുന്നു. എന്നാൽ പിന്നീട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനെയാണ് നമ്മൾ കണ്ടത്. ഗവർണറെ തെരുവിൽ നേരിടുമെന്ന് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യക്തമാക്കിയിട്ടും പതറാതെ പൊരുതി നിന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2019 കണ്ണൂർ സർവകലാശാല ആതിഥേയരായ ചരിത്ര കോൺഗ്രസിനിടെ തനിക്കെതിരെ ഉണ്ടായ ആക്രമണം ആസൂത്രിതമാണെന്നും ഇതിൽ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന് പങ്കുണ്ടെന്നും ഗവർണറുടെ ആരോപണം. ഗോപിനാഥ് രവീന്ദ്രൻ ക്രിമിനലാണ് എന്ന് ഗവർണർ ആരോപണം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും നേർക്കുനേർ വെല്ലുവിളിച്ച് സർവകലാശാലകളുടെ ചാൻസലർ താനാണെങ്കിൽ സർവകലാശാലകളെ താൻ നവീകരിക്കുമെന്ന ദൃഢപ്രതിജ്ഞ ചെയ്തു ആരിഫ് മുഹമ്മദ് ഖാൻ. ഒടുവിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി സർവകലാശാലകൾ ഒന്നൊന്നായി തന്റെ വരുതിയിലാക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതിയും സുപ്രീം കോടതിയുമൊക്കെ സർക്കാരിനെ കൈവിട്ടതോടെ വിജയം അത് ആഘോഷിക്കുകയാണ് ഇപ്പോൾ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.